ഉണർന്നിരിക്കേണ്ടവൻ ജീവിതത്തിൽ ഉറങ്ങിക്കിടന്നാൽ എന്താണ് സംഭവിക്കുക? വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയാൽ എന്താ സംഭവിക്കുക? അത് തന്നെ സംഭവിക്കും. സുവിശേഷം അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈശോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണർന്നിരിക്കേണ്ടതാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിപ്പോകാത്ത ഒരു ക്രിസ്തുവിനെ, എപ്പോഴും നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ സ്വന്തമാക്കാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുക. ഈശോ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിപ്പോകുന്നത്? നമ്മൾ ഈശോയുടെ കൂടെ ഇല്ലാത്ത നിമിഷങ്ങളൊക്കെ, ഈശോയുടെ അടുത്തില്ലാത്ത നിമിഷങ്ങളൊക്കെ, ഈശോയിൽ നമ്മൾ അകന്നു പോകുന്ന നിമിഷങ്ങളൊക്കെ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിപ്പോവുകയാണ്. ശിഷ്യന്മാർ വലിയ കാറ്റും കോളും കണ്ടപ്പോൾ അവർ ആകെ പരിഭ്രമിച്ചു. കാരണം ഈശോ ഉറങ്ങുകയാണ്. ഉറങ്ങിക്കിടന്ന ഈശോയെ അവർ ഉണർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ ഈശോ എല്ലാത്തിനും ശാന്തമാക്കുവാൻ പറഞ്ഞു, ശാന്തമാക്കി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. ഒത്തിരിയധികം പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും യാതനകളുടെയും ഒക്കെ ജീവിതം നമ്മൾ നയിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് ശക്തിപ്പെടുത്തേണ്ടവൻ നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുമെങ്കിൽ ഒന്നവനെ ഉണർത്തേണ്ട കടമ നമുക്കുണ്ട്. അവനെ വിളിച്ചുണർത്തണം. ഈശോയെ, ഞങ്ങളിതാ നശിക്കുവാൻ പോകുന്നു, നീ എന്തേ എൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത്? ഈശോ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അവൻ നമ്മൾ ഉണർന്നെഴുന്നേൽക്കും. അവൻ ശാന്തമാക്കി കൊടുക്കും നമ്മുടെ ജീവിതം. കാരണം നമ്മളെ വിട്ടിട്ട് ഈശോയ്ക്കൊരു സന്തോഷമില്ല. നമ്മളെ വേദനയുടെ നടുവിലേക്ക് വിട്ടിട്ട് അവൻ ഒരിക്കലും സന്തോഷിക്കില്ല. മറിച്ച് നമ്മുടെ സന്തോഷമാണ് ദൈവത്തിൻ്റെ സന്തോഷം. അതുകൊണ്ട് ദൈവത്തോടു കൂടി ഒന്നായിരുന്ന് സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആനന്ദം ഒരിക്കലും തീരില്ല എന്ന് ഈശോ പറയുന്നു. ഞാൻ തരുന്ന സമാധാനവും ശാന്തിയും ലോകം തരുന്ന പോലല്ല, അത് നിത്യമാണ് എന്ന് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അനിത്യമായ ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എപ്പോഴും ഈശോയെ നമ്മുടെ ജീവിതത്തിൽ ഉണർന്നിരിക്കുവാൻ അനുവദിക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉറങ്ങിപ്പോകുന്ന കർത്താവിനെ വിളിച്ചുണർത്തി നമ്മുടെ യാത്ര സന്തോഷകരമാക്കുവാൻ അനുവദിക്കട്ടെ ദൈവം. തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും വിട്ടുപേക്ഷിച്ച് കൂടുതൽ വിശുദ്ധിയിൽ വളരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു പുതിയ മാസം ദൈവം നമുക്ക്